are hosting, which is a live entrepreneur interaction session, which we are giving for our ITI students who are aspiring to become entrepreneurs. Okay. The viewers all of you. Good morning, all of students. you. Mr. Mustafa, can you raise your hand? Are you listening to me? Okay. Where are you sitting? In Bangalore or in Kerala? Yes, sir. Bangalore. Bangalore. അപ്പോൾ മുസ്തഫയെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് എനിക്ക് എൻ്റെ ബാച്ച്മേറ്റ് സത്യരാജൻ അയച്ചു തന്നു. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, ഈ പോലീസിൽ കയറിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോമ്പറ്റീറ്റർ ആകുമായിരുന്നു ഞാനെന്ന്. മുസ്തഫ ചെറിയൊരു ഇഡലി വട പരിപാടിയായിട്ട് ആരംഭിച്ച് ഇത്ര നിലയിലായി. ഞാനും ഒരു ഡിജിറ്റൽ പപ്പട കമ്പനി തുടങ്ങി. അതാണ് CD ഫാക്ടറി, അറിയാമല്ലോ, എൻ്റെ വൈഫ്. പക്ഷെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എൻ്റെ ബാച്ച്മേറ്റ് തന്നെ അല്ല, എൻ്റെ കൊളീഗ് തന്നെ വന്ന് റെയ്ഡ് ചെയ്ത് അത് പൂട്ടിച്ചു. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രവർത്തനം അതോടെ നിന്നു. നിങ്ങളുടെ പൂട്ടാത്തതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഇത്രയായി. ഇപ്പം ഞാൻ പൂർണ്ണമായും പോലീസിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ ആ സ്റ്റോറി വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, എത്രയോ മുസ്തഫമാർ ഇവിടെ വളരേണ്ടതാണ്, അവർ കേരളത്തിലായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ചു മാറി തമിഴ്നാട്ടിലോ കർണാടകയിലോ ആയിരുന്നെങ്കിൽ മുസ്തഫാസ് യൂണിയൻ ഉണ്ടാക്കിയേനെ അവിടെ ഒന്നും കൂടി. എനിവേ, KFCയെ പോലെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങളെപ്പോലുള്ള എൻ്റർപ്രൈനേഴ്സിനെ തപ്പി നിൽക്കുകയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങളെടുക്കെ വരാറില്ല, അല്ലെങ്കിൽ വരുന്നതിനിടയ്ക്ക് എവിടെയോ ബാരിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഇന്ന് പുതിയതായിട്ടൊരു പ്രോഗ്രാം ചീഫ് മിനിസ്റ്റേഴ്സ് യങ് എൻ്റർപ്രൈനേഴ്സിനായിട്ട് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനകത്ത് കൊളാട്രൽ ഇല്ലാതെ സർട്ടൺ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുള്ളതാണ്. 7% മലയാളികളായിട്ടുള്ളവർക്ക്, മറ്റ് പ്രവാസികളായിട്ട് വരുന്നവർക്ക് 3.5%. 3.5% എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരും അമേരിക്കയിലുള്ള റേറ്റ് പോലും ഇല്ല, അതിനും താഴെയാണ്. അവിടെ നമ്മൾ ഡിസർവിങ് ആയിട്ടുള്ളവർക്ക് സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കുന്നു. പക്ഷെ എന്നിട്ടും നമുക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ജനങ്ങൾ കരുതുന്നത് ഈ KFCയിലൊന്നും പോയി ആ നടപടിയുള്ള കാര്യമില്ല, അവിടെ റെഡ് ടേപ്പിസമാണ്, അവിടെ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളതൊക്കെ മാറി. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തന്നെ, ആപ്ലിക്കേഷൻ ഫോം തന്നെ നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് അറിയാൻ പറ്റും എത്ര ഈസിയാണെന്നുള്ളത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഭൂരിഭാഗം ബിസിനസ്സുകളും ഓൺലൈനിലാണ്. നിങ്ങളിപ്പം ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ വൈകുന്നേരം 2:30 മണി മുതൽ IT-ക്ക് പ്രപ്പോസൽ കിട്ടിയിട്ടുള്ള 40 പേരെ ഞാൻ ഇതുപോലെ വീഡിയോ കോൺഫറൻസിലൂടെ എൻ്റെ 1-2 എക്സ്പേർട്സിനെ വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അപ്പോൾ തന്നെ സാങ്ഷൻ ആക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾക്ക് ഇപ്പോൾ സ്പീഡുണ്ട്, മാറ്റങ്ങളുണ്ട്. സമ്മതിക്കുന്നു, സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇപ്പോഴതൊക്കെ മാറി വരികയാണ്. എനിക്ക് തന്നിട്ടുള്ള മാൻഡേറ്റ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രാസംഗിക പറഞ്ഞ പോലെ DG പ്രായങ്ങളുള്ള ഉദ്യോഗസ്ഥന് ഇതുപോലത്തെ ഒരു ഓഫീസിൽ വരാനുണ്ടായ കാരണം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട്. അതായത് 1000 പേർക്കെങ്കിലും 6 മാസത്തിനുള്ളിൽ 300 കോടി രൂപ ഡിസർവിംഗ് ആയിട്ടുള്ള കൊടുക്കണം. കർഷകനോ വാറിനോ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് കൊടുക്കാനല്ല പറഞ്ഞിട്ടുള്ളത്, വളരെ യങ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് കൊടുക്കണം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഇവിടെ ഏത് പ്രോഗ്രാം ഇങ്ങനെ ലോഞ്ച് ചെയ്താലും അതിൽ ചില ഇത്തൽക്കണ്ണികൾ വന്ന് കയറി പിടിക്കും, അല്ല അതിനിടയ്ക്ക് ചില ഏജൻസ് വന്ന് അവരാണ് ഇതിന്റെ ബെനിഫിഷ്യറി ആകുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാണോ മുഖ്യമന്ത്രി ആഗ്രഹിച്ചത് ആ പരിപാടി നടക്കാതെ പോകും. പിന്നെ അദ്ദേഹം ഇത് സ്ഥിരം കണ്ട് പിന്നെ 50% അദ്ദേഹം തിരിച്ച് പ്രതീക്ഷിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഓർക്കുന്നത് 50% അല്ല, ഒരു 70-80% എങ്കിലും ഡിസർവിംഗ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ ചെല്ലണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, പലരും കരുതുന്നു KFCയിൽ നിന്ന് ലോൺ മേടിച്ചാൽ അത് തിരിച്ചടച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ കൊണ്ടോ ആരെ കൊണ്ട് വിളിച്ചു ഉറപ്പിച്ചാൽ മതി, ഒരു 1 ടൈം സെറ്റിൽമെന്റ് കിട്ടും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉറപ്പിക്കാം, അല്ലെങ്കിൽ 10 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് വാലുവേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കാം. ഇതൊക്കെ പഴയ കഥകളാണ്. ഇനി അങ്ങനൊന്നും ഇല്ല. നമ്മളും പ്രൊഫഷണലാണ്. ഞങ്ങളും വല്ലവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാൽ നിങ്ങൾക്ക് തരുന്നത്. അതുള്ള മുസ്തഫയെ പോലുള്ളവരെ 7.5% 8% ഒന്നും ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ഫീ 2% എടുത്ത് ആണ് കൊടുക്കുന്നത്. അപ്പൊ മുസ്തഫയ്ക്ക് പൈസ തന്നതിന് പലിശ തിരിച്ചു തരണമെങ്കിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ളവരും തിരിച്ചു തരണം. അല്ലാതെ വരുന്നവരെല്ലാം എങ്ങനെയും കളിപ്പിച്ചിട്ട് പോകാം, വേറെ ഒരിടത്ത് ലോൺ കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടാമെന്നുള്ളൊരു സ്ഥാപനമല്ല ഇന്ന് KFC. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ സമയം 11 മണിക്ക് ഇന്ന് ബുധനാഴ്ചയാണ്, നിങ്ങൾ അപ്ലൈ ചെയ്താൽ അടുത്ത ബുധനാഴ്ച 11 മണിക്കകം സാങ്ഷൻ ആക്കി തരും. പക്ഷെ അപ്പോൾ ഒരു കാര്യം, അത്യാവശ്യം വേണ്ട പേപ്പർ, ഇത് സർക്കാർ സ്ഥാപനമാണ്, പേപ്പർ നിങ്ങളുടെ പേര് ചോദിച്ചു മുസ്തഫ, നിങ്ങൾക്ക് ആധാർ ഇല്ല, പാനില്ല, അഡ്രസ് ഇല്ല, പിന്നെ വേറെ ഒരു ഐഡന്റിറ്റി ഇല്ലെങ്കിൽ എനിക്ക് തരാൻ കഴിയില്ല. മുസ്തഫ വന്നിട്ട് പറയും, ഇന്നലെ സാറ് പറഞ്ഞല്ലോ ഈ ബുധനാഴ്ച അപ്ലൈ ചെയ്താൽ അടുത്ത ബുധനാഴ്ച കിട്ടുമെന്ന്. ബുക്കും പേപ്പറും ഇല്ലാത്തവർ എങ്ങനെയാ തരുന്നത്? അപ്പൊ അത്യാവശ്യം വേണ്ട പേപ്പറുകൾ ഉള്ളവർക്കൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് തരും. രണ്ടാമത്തത്, എല്ലാവരും വന്ന് ബേക്കറി തുടങ്ങും, എല്ലാവരും വന്ന് കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയാൽ കാര്യം നടക്കില്ല. നമുക്ക് വെറൈറ്റി ഓഫ് വർക്ക്. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു പ്രോഡക്റ്റിനെ, കേരളത്തിലെ ജനങ്ങൾ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ ബ്രാൻഡ് ചെയ്ത് ഭംഗിയാക്കി വന്നു. ഞാൻ ആ റൈറ്റപ്പ് വായിച്ചപ്പോൾ ഓർത്തത്,
ഈ KFC മക്ഡൊണാൾഡ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത അമേരിക്കയിലെ ഇതുപോലത്തെ ഒന്ന് രണ്ട് ഒരു എന്റർപ്രൈനേഴ്സിനാണ് ഓർത്ത് വന്നത്. അവർ ഇതുപോലെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് നടന്നവരാ. പിന്നെ ഓർത്ത് ചിക്കൻ അങ്ങ് ബ്രാൻഡ് ചെയ്തത് എങ്ങനെയാണ് അന്ന് ഓർത്ത് നോക്കിയാൽ ലോകത്തിന്റെ എവിടെ പോയാലും ഇവരുടെ ചിന്ത, ഇവരുടെ പേര് നമ്മുടെ മനസ്സിൽ വരികയാണ്. അപ്പം ഇവിടെ വലിയ രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. എല്ലാവരും കരുതുന്നു കോവിഡ് കാലത്ത് സാധ്യതയില്ല. എന്താണ് കോവിഡ് കാലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ആരംഭിച്ചാലേ കോവിഡൊക്കെ കഴിയുമ്പോൾ അതിന്റെ ഒരു സ്റ്റാർട്ടിങ്, ഒരു ബൂമിങ്, ഒരു സെയിൽ പോയിന്റ് വരുള്ളൂ. ഇപ്പം മറ്റുള്ളവരെല്ലാം നിശബ്ദരും അല്ലെങ്കിൽ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനും ലോണുകളൊക്കെ കിട്ടാനും എളുപ്പമുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ ഓഫർ ചെയ്യുന്നത് 7% ഓഫർ ചെയ്യുന്നു. ഗവൺമെന്റ് 3% സബ്സിഡി എന്നുകൊണ്ടാണ് 10% 7% നിങ്ങൾക്ക് തരുന്നത്. കോവിഡ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കിട്ടില്ലായിരിക്കും. പക്ഷെ ഇത് ഉപയോഗിക്കണമെങ്കിൽ ആളുകൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം വരണം. ഞങ്ങളിവിടെ പ്രത്യേകം 2 കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഈ ലോൺ തരുന്നവന്റെ പ്രൊമൈസസിൽ ഇപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പർട്ടിക്കുലർ സ്കീമിലെ ലോൺ വേണമെങ്കിൽ ഒരു ഓഫീസ് വേണമെന്ന് പോലും ഇല്ല, വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വീട്ടിലിരുന്ന മുസ്തഫയുടെ വീട്ടിലേക്ക് ഞാൻ 10 ലക്ഷം രൂപ തന്നു. മുസ്തഫ അത് ചെയ്യുന്നുണ്ടല്ലോ എന്നറിയാൻ എങ്ങനെയാ? ഞാൻ അവിടെ നിങ്ങളോട് പറയാം 2 CC ക്യാമറ വെക്കണം, ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പൊ CC ക്യാമറ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ വരുന്നുണ്ടോ പണിയെടുക്കുന്നുണ്ടോ എന്നതിൽ അറിയാലോ. അപ്പൊ അത് ഞങ്ങൾക്ക് നിങ്ങളെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു മാർഗമാണ്. കാര്യം ഞാൻ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തരുമ്പോൾ നമ്മൾ പാർട്ണറാകുക നിങ്ങളുടെ ബിസിനസ്സിൽ. നിങ്ങളുടെ പാർട്ണർ നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഗൾഫിലുള്ളവരുടെ പേരൊക്കെ പറഞ്ഞു, അവർ നിങ്ങളെ നോക്കുന്നതിന് നിങ്ങൾക്ക് എതിർപ്പില്ലല്ലോ. പിന്നെ KFC നോക്കുന്നതിന് എന്നെ എതിർപ്പ്. അപ്പൊ KFC നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നതല്ല, രാവിലെ എത്ര മണിക്ക് ആഫീസിൽ ആൾക്കാർ വരുന്ന വല്ലവരും കമ്പ്യൂട്ടർ അടിക്കുന്നുണ്ടോ, അതോ തന്ന 10 ലക്ഷം രൂപയും കൊണ്ടുവന്ന് പുറത്ത് പണിച്ചയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ ജീവനോ നടത്തുന്നുള്ളതെന്ന് അറിയാനുള്ള ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തെ, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ആ അക്കൗണ്ട്, ആ ബാങ്ക് അക്കൗണ്ടിന്റെ ഇന്റർനെറ്റ് വ്യൂവിങ് ഫെസിലിറ്റി ഞങ്ങൾക്ക് തരണം. അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഈ തരുന്ന പൈസ എങ്ങോട്ടാണ് പോകുന്നത്, ജെന്യുവൻ കാര്യങ്ങൾക്കാണോ, അത് നേരെ അവിടുന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് ഫ്ലാറ്റ് മേടിക്കാൻ കൊടുത്തോ ഓണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇന്റേണൽ സ്ക്രീനിങ് അല്ലെങ്കിൽ മോണിറ്ററിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞാൽ അടുത്ത 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യും. 1000 പേര് വേണം. ഇപ്പോൾ ഈ അടുത്ത ആഴ്ച 100 പേർക്ക് CM കൊടുക്കുകയാണ് 28-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ആളുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കണം, സ്ഥിരം കുറ്റികളായിരിക്കരുത്. എവിടെ എന്ത് സൗജന്യം കിട്ടിയാലും ഇങ്ങനെ പറഞ്ഞു നടന്ന് ഇത്തിൽക്കണ്ണികളെ പോലെ അടിച്ചുകൊണ്ട് പോകുന്നവരായിരിക്കരുത്. ജെന്യുവൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള എന്റർപ്രനേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നിങ്ങൾക്ക് തരാം. ഇങ്ങനെ ഒരു വലിയ പൊസിഷനിലേക്ക് വന്ന യങ് എന്റർപ്രൈനറായ മുസ്തഫയെ ഞാൻ അനുമോദിക്കുന്നു. തിരുവനന്തപുരത്ത് വരുമ്പോൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആസ്ഥാനത്ത് വരികയും ഞങ്ങളൊക്കെ കാണുകയും ചെയ്യണം. നിങ്ങളിങ്ങനെ ഈ ടീം ഈ വെഞ്ചോട് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി ഫ്രീ. നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സുകൾക്കും നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കാം. KFCയിലെ ഞങ്ങളിത് ട്രെയിനിങ് എന്നല്ല പറയുന്നത്, ഇത് വർക്ക് ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ സ്കൂളുകളിലൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു പ്രോജക്റ്റിന് പെർമിഷൻ തന്നാൽ അതിനെപ്പറ്റി അയാളോട് ചോദിക്കുന്നത്, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ പോലാണ് ട്രെയിനിങ്. ഇപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ട്രെയിനിങ് നടത്തുന്നുണ്ട്. രാവിലെ ഒരു സെക്ഷൻ, ഉച്ച കഴിഞ്ഞൊരു സെക്ഷൻ. അതിൽ ഗസ്റ്റായിട്ട് വരുന്നവർക്ക് പേയ്മെന്റ് നടത്താറുണ്ട്. പക്ഷേ അല്ലാതെ വരുന്നവർ നിങ്ങൾ ജോയിൻ ചെയ്യാമെങ്കിൽ ഞങ്ങളുടെ ടീം ആദർശൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, അവർ കാണുന്നുണ്ട് നിങ്ങളെ. ഇപ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി കൊടുത്താൽ നിങ്ങളുടെ ആൾക്കാർക്ക് വന്ന് ഞങ്ങളോട് സംസാരിക്കാം. ഞങ്ങൾ ഈ ട്രെയിനിങ് കഴിയുന്ന വളരെ തന്നെ പോയിന്റ് ഇടുന്നുണ്ട്, ഈ കേൾക്കുന്ന ആൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടോ. അപ്പൊ അങ്ങനെ സപ്പോസ് യു കം എബോവ് എ പർട്ടിക്കുലർ പോയിന്റ്സ്, ദെൻ യു വിൽ ബി ആസ്ക്ഡ് ടു സ്പീക്ക് ഓൺ ദ നെക്സ്റ്റ് ട്രെയിനിങ് ഓൾസോ. കാരണം ചിലർക്ക് ഒത്തിരി വലിയ അറിവാണെങ്കിൽ നമ്മുടെ ചെറിയ ആൾക്കാർക്ക് എന്റർപ്രനേഴ്സിന് അതിന്റെ ആവശ്യം കാണില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ ഞങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പൊ എല്ലാ ആഴ്ചയിലും ചോദ്യം വേണ്ട, എല്ലാ ആഴ്ചയിലും രാവിലെ 10 തൊട്ട് 2 വരെ, അല്ലെ 12 വരെ അല്ലെ 2 മണിക്കൂർ, ഉച്ച കഴിഞ്ഞും അതുപോലെ 2 മണിക്കൂർ നിങ്ങളുടെ സ്പീക്കേഴ്സിന്റെ വിടാം. എനിക്കിങ്ങനെ ഒരു ചാൻസ് തന്നതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. എല്ലാ വ്യൂവേഴ്സിനും, എനിക്കറിയത്തില്ല എത്ര പേര് ഇത് കാണുന്നുണ്ടെന്ന് അറിയില്ല, എല്ലാ വ്യൂവേഴ്സിനും നന്ദി പറയുന്നു. വാം താങ്ക്സ് ഫ്രം KFC Kerala. Thank you. Thank you so much, sir. That is so motivating. Definitely, sir. പറഞ്ഞതിന് ഞാനും യോജിക്കുന്നു. It's always a collaborative effort. എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ we have to uplift, and definitely we will coordinate on this again, sir. Thank you so much for your valuable time. I know that this was the last arrangement, but still you accepted it gracefully. Thank you so much once again.
ഇനി ഞാൻ നമ്മുടെ ഇന്നത്തെ ഒരു കാര്യം പറയാം. സാർ പോയോ? സർ പോയി. ബട്ട് ഐ തിങ്ക് വി കൻ സോ ഇന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വളരെ അഭിമാനപൂർവവും സന്തോഷപൂർവവും പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി ആരെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ പോലും വൺസ് അഗൈൻ വ്യവസായ രംഗത്ത് വളരെയധികം സക്സസ് കൈവരിച്ച ഒരാളാണ് ശ്രീ പി സി മുസ്തഫ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ID ഫ്രഷ് ഫുഡിന്റെ CEO ആണ് അദ്ദേഹം. നമ്മൾ ഓൺടർപ്രന്യൂർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്റ്റുഡൻസിന്, ആസ് യു ആർ അവെയർ, ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ. പക്ഷെ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുമ്പം അധികവും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കുട്ടികൾ എന്താന്ന് വെച്ചാല്, അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു സംശയമാണ്. ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള അവർക്ക് ലോക പ്രശസ്തരാവാൻ പറ്റുമോ? ഒരു സെൽഫ് ഡൗട്ട് അവർക്കുണ്ട്. സംരംഭകരാവാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ തന്നെ ലോക പ്രശസ്തരാവുന്ന ഒരു സംരംഭകനാകാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം എപ്പോഴും ഉണ്ട്. സർ പലർക്കും ഒരു റോൾ മോഡലാണ്. അപ്പോ നമ്മുടെ കുട്ടികൾ സാറിന്റെ ആ ഒരു ജേർണിയെ കുറിച്ച് അറിയാൻ വളരെ ആകാംക്ഷയോട് കൂടി കാത്തു നിൽക്കുകയാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എ ലോട്ട് ഓഫ് ടൈം, ലെറ്റ് us get into your journey, sir. So I invite you now to speak. Thank you, Nazreen. Thank you, Ashariya, for this wonderful opportunity. Hi, sir. Before you just start, I quickly wanted to welcome you again from Nazreen and the whole team of Udyam. So, എല്ലാവർക്കും sir ഇപ്പോൾ സംസാരിക്കുമായിരിക്കും, ഒരു 20 second delay കാണും. So, please bear with us. പിന്നെ സാറിന്റെ സംസാരിച്ചു കഴിഞ്ഞ സാറിന്റെ ജേർണി ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു Q&A കാണും. സോ സാർ ജേർണി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ആ ചാറ്റ് ബോക്സിൽ ഇടാം. And so we'll take it after you start. So over to you, sir. Really excited to have you here. Thank you. In the name of God, peace be unto you. Thank you again for this wonderful opportunity. ഞാൻ PC മുസ്തഫ, ID-ന്റെ CEO ആണ്. We make world's best food, idli. ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. where I come from. I come from a very remote village. ഞാൻ വയനാട്ടിലുള്ള ഒരു അന്നത്തെ ഒരു കുഗ്രാമമായിരുന്ന ചന്ദ്രോട് എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അന്ന് എൻ്റെ വില്ലേജ് വാസ് സോ റിമോട്ട്. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, റോഡ്സ് ഇല്ലാത്തൊരു വില്ലേജ് ആയിരുന്നു. ഐ ഹാഡ് ടു വാക്ക് മൈൽസ് ടു മൈ സ്കൂൾ. അന്നത്തെ സ്കൂളിലെ മോട്ടിവേഷൻ ഫാക്ടർ, സ്കൂളിൽ പോകാനുള്ള മോട്ടിവേഷൻ ഫാക്ടർ വാസ് ദ മിഡ് ഡേ മീൽ ഫ്രം ദ ഗവൺമെന്റ്. 3-time മീൽ അന്നൊരു ഡിസ്റ്റന്റ് ഡ്രീം ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ലക്ഷറി ആയിരുന്നു അന്ന്. എൻ്റെ ഉപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് കൂലിപ്പണി. അന്ന് ഞാനും കൂലിപ്പണി ചെയ്യാൻ തുടങ്ങി. ഒരു 10 വയസ്സൊക്കെ ആയപ്പോൾ സ്കൂളിൽ ഹോളിഡേയ്സും സമ്മർ ഹോളിഡേയ്സും വീക്കെൻഡ്സ് ഒക്കെ ഉപ്പാൻ്റെ കൂടെ കൂലിപ്പണിക്ക് പോകും. സ്റ്റഡീസിൽ വെരി പൂർ ആയിരുന്നു, വെരി പൂർ. നിങ്ങൾക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത അത്രത്തോളം മോശമായിരുന്നു എൻ്റെ സ്റ്റഡീസ്. ലിറ്ററലി ഐ വാസ് എ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്. ഞാൻ 6ാം ക്ലാസ്സിൽ പെർഫോമൻസ് മോശമായതുകൊണ്ട് ഫെയിലായി. അങ്ങനെ ഐ സ്റ്റോപ്പ് ഗോയിങ് ടു സ്കൂൾ. ആ സമയത്ത് എൻ്റെ മാത്യു സാറും എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ തിരിച്ച് സ്കൂളിൽ പോയി. സെക്കൻഡ് പ്രാവശ്യം പഠിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെ മനസ്സിലായി, കുറച്ചൊക്കെ കാര്യം പിടികിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മാത്സിൽ ടോപ്പറായി പെട്ടെന്ന്. ദാറ്റ് ഗേവ് മീ സം കോൺഫിഡൻസ്. അതിനൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ, once you get confidence, it gives you more success. Confidence gives you more success and success gives you more confidence. Right? അപ്പോൾ അങ്ങനെ ആയിട്ട് effectively I became a school topper in less than 1 year. And then I ended up doing my engineering in computer science. ഞാൻ കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു NIT കാലിക്കറ്റിൽ നിന്ന്, ഹറിസിയാന്ന് നിന്ന്. ക്യാമ്പസ് ഓഫർ കിട്ടി. ഞാൻ ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ എൻ്റെ ഫസ്റ്റ് മന്ത് സാലറി ഞാൻ എൻ്റെ ഉപ്പാക്ക് കൊടുത്തു. എൻ്റെ ഉപ്പ ആ പൈസ കണ്ടിട്ട് കരഞ്ഞു.
ബിക്കോസ് എൻ്റെ അന്നത്തെ സാലറി 1 month സാലറി ഉപ്പാൻ്റെ 1 year സാലറിനേക്കാളും കൂടുതലായിരുന്നു. ഉപ്പക്ക് 1 year കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന പൈസനേക്കാളും കൂടുതലായിരുന്നു എനിക്ക് 1 month കിട്ടുന്ന സാലറി. സോ ഞാൻ കുറച്ചു കാലം ഇന്ത്യയിലും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും പല കമ്പനീസിൽ വർക്ക് ചെയ്തു ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. Then I decided to come back to India. I decided to come back to India with an objective of creating employment for smart kids from my village. എൻ്റെ നാട്ടിലുള്ള കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി ചെയ്യണം എന്നുള്ള മോഡാണ് ഞാൻ തിരിച്ചു വരാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ I did my MBA from IIM Bangalore that time. ആ സമയത്ത് I started discussing various ideas with my cousins. എൻ്റെ കസിൻസ് അന്ന് ബാംഗ്ലൂരിൽ ഒരു സ്മോൾ ടൈം കിരാണ സ്റ്റോർ നടത്തുന്നുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, പലചരക്ക് കച്ചവടം എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ദോശമാവ് കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. ദോശമാവ് ഒരു പ്ലെയിൻ പൗച്ചിൽ വിത്ത് ഒരു റബ്ബർ ബാൻഡ് ഓൺ ടോപ്പ്. ഈ ദോശമാവിന് സ്ഥിരമായിട്ട് ക്വാളിറ്റി കംപ്ലയിൻസ് വരുമായിരുന്നു, സർവീസ് കംപ്ലയിൻസ് വരുമായിരുന്നു, ഹൈജീൻ ഇഷ്യൂസ് വരുമായിരുന്നു. എൻ്റെ കസിൻസ് ഇത് ഫിക്സ് ചെയ്യാൻ പല വർഷം ട്രൈ ചെയ്തു, വെൻഡർ എടുത്തു, അത് വർക്ക് ചെയ്തില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നി അങ്ങനെയാണ് എന്തുകൊണ്ട് നമുക്ക് തന്നെ ഫിക്സ് ചെയ്തിടണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് ആകെ വേണ്ടത് 50,000 രൂപയായിരുന്നു. 50,000 രൂപ ഞങ്ങൾ ഒരു ഗ്രൈൻഡറും ഒരു മിക്സറും ഒരു സീലിംഗ് മെഷീനും ഒരു വെയിങ് സ്കെയിലും ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിയും വാങ്ങിച്ചു. എന്നിട്ട് നമ്മുടെ ജോബ് എന്താണെന്ന് വെച്ചാൽ ഗോ ടു ദ മാർക്കറ്റ് എവരി ഡേ, എന്നിട്ട് ബൈ റൈസ് ആൻഡ് ദാൽ, തിരിച്ചു വന്നിട്ട് അത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് സോക്ക് ചെയ്യുക, ഗ്രൈൻഡ് ചെയ്യുക, എന്നിട്ട് മിക്സ് ചെയ്യുക, ഫെർമെൻറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്യുക. നെക്സ്റ്റ് ഡേ മോർണിംഗ് അത് ഈ സ്കൂട്ടിയിൽ, സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടിയിൽ ലോഡ് ചെയ്തിട്ട് ഗോ ടു ദ മാർക്കറ്റ് ourselves and sell it ourselves. It was a back-breaking work. Our shirt would be soaked in the sweat. But ഞങ്ങൾ എൻജോയ് ചെയ്തത്. It was a very tough time. Initially, it was not easy to sell. ഒരു 100 പാക്കറ്റ് വിൽക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 9 മാസം എടുത്തു. 20 കസ്റ്റമേഴ്സിന് കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് 9 മാസം എടുത്തു. But we didn't give up. We continued to experiment. That was the past. ഇന്ന് താങ്ക് ഗോഡ് we are a team of 1,600 people spread across 47 cities in 3 countries. We have more than 1 million customers eating idli every day with ID batter. ID is around 1,500 crore brand today. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ ഒരു 1,500 crore ബ്രാൻഡ് ബിൽഡ് ചെയ്തു. KFC പോലുള്ള ഒരു സ്ഥാപനത്തിന് ഫണ്ടിങ് എടുക്കാതെ തന്നെ ഞങ്ങൾ എങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്തു, എങ്ങനെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാണ്ട് ഞങ്ങൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു, അല്ല ഓപ്പർച്യൂണിറ്റി ബിൽഡ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ ഒരു 15 minutes ഞാൻ ക്വിക്കായിട്ട് പറയാം. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ടച്ച് ചെയ്ത് പോകാം. Then I think we'll make it more interactive session. ആദ്യമായിട്ട് നമുക്കൊക്കെ DNA ഉണ്ട്. നമ്മളതൊക്കെ DNA നമുക്കറിയാം, അല്ല ടെസ്റ്റ് ഒക്കെ അറിയാൻ പറ്റും. അതേപോലെ ഓരോ ബിസിനസ്സിനും ഒരു DNA ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് ആദ്യം കാണിക്കാൻ പോകുന്ന ഐഡിയന് DNA എന്നാണ് ആദ്യം പറയാം. അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സോ ID എന്നുള്ള ആ ഒരു ബ്രാൻഡ് അല്ല ബിസിനസ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പം ഈ 7 കാര്യങ്ങളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. 7 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ ബിസിനസ്സുകൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഇത് ഒരു നല്ലൊരു റെഫറൻസ് പോയിന്റ് ആയിരിക്കും. 1, റൈറ്റ് മിക്സ് ഓഫ് പീപ്പിൾ. ഞങ്ങൾ ടീം ഞങ്ങൾ വാല്യൂസ് അലൈൻ ചെയ്തിട്ടുള്ള എന്തും ചെയ്തെടുക്കണം എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉള്ള എന്താ പറയുക
ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഞാനും എൻ്റെ കസിൻസ് കൂടിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സജഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ, ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ഫൈൻഡ് ദ റൈറ്റ് പാർട്ട്ണർ. റൈറ്റ്, മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ കസിൻസിൻ്റെ അടുത്ത് പാർട്ട്ണർ കണ്ടുപിടിക്കാൻ പറ്റും. ദർ ആർ ഡിഫറെൻറ്റ് വേസ്. റൈറ്റ്, ഫസ്റ്റ് തിങ് ഇസ് ഫൈൻഡ് ദ റൈറ്റ് പാർട്ട്ണർ. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക്, പല ആളുകൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഫൈൻഡ് ദ റൈറ്റ് പാർട്ട്ണർ. സെക്കൻഡ്, ചൂസ് ദ റൈറ്റ് പ്രൊഡക്റ്റ്. ഇതെല്ലാവരും പറയുന്നതാണ്, പ്രൊഡക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പ്രൊഡക്റ്റ് ഇമ്പോർട്ടൻ്റ് നമുക്കറിയാം, ബിസിനസ്സിൽ പ്രൊഡക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ബട്ട് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത്, എന്താണ് പ്രൊഡക്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഞങ്ങൾ വിൽക്കാൻ ട്രൈ ചെയ്തത് ഇഡ്ഡലി അല്ല, ഇഡ്ഡലി മാവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഹോം മേക്കേഴ്സ് വിൽ നോട്ട് അക്സെപ്റ്റ് ഇഡ്ഡലി. ഇഡ്ഡലി മാവ് വാങ്ങിക്കൊണ്ടുപോയിട്ട് അവരുടെ ടേസ്റ്റിന് അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് അതിനകത്ത് എന്താണോ അവർക്ക് ആഡ് ചെയ്യേണ്ടത്, അത് ചില ആളുകൾ ടൊമാറ്റോ ആഡ് ചെയ്യും, ചില ആളുകൾ ഒനിയൻ ആഡ് ചെയ്യും, ചില ആളുകൾ വെറുതെ ആഡ് ചെയ്യും. റൈറ്റ്, എന്നിട്ട് അവരുടെ ടേസ്റ്റിനനുസരിച്ച് അവർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യും, അല്ല പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്യും. വി ഡോണ്ട് സെൽ ഇഡ്ഡലി, വി സെൽ ഇഡ്ഡലി ബാറ്റർ. ഹോം മേക്കറാണ് അത് അവരുടെ ടേസ്റ്റിനനുസരിച്ച് പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. എൻ്റെ ലേണിംഗ് എന്താണെന്ന് വെച്ചാൽ, നെവർ ട്രൈ ടു സെൽ ഇഡ്ലി ടു ഹോം മേക്കർ ഇൻ ഇന്ത്യ. Indian homemakers will not accept idli. She's okay to buy idli batter, add her love, and make fluffy idli and serve to the family. If idli comes out well, she gets a credit, not ID. And if for some reason idli hard ആയി പോയിട്ടുണ്ടെങ്കിൽ, she can blame it on ID, brand ID. Right? So, second point of the do not over engineer. Choose the right product. Never try to sell idli batter. Adana second learning. Third, distribution network. Either product no, especially for FMCG product, distribution network very important. We deal with highly perishable fresh food. Young products comes with 3 to 6 day shelf life. അതുകൊണ്ട് തന്നെ അതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് മാർക്കറ്റ് ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഓൺ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആയിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. ഇപ്പോൾ ID എന്താണെന്ന് എന്നോട് ആരും ചോദിച്ചാൽ, ID ഒരു ദോഷഭവൻ്റെ കമ്പനിയല്ല. ID ഈസ് പ്രോബ്ലി വേൾഡ്സ് ബെസ്റ്റ് ഫ്രഷ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ദാറ്റ്സ് മൈ ബിഗസ്റ്റ് അസെറ്റ്. Fourth part is about the technology. ഞങ്ങൾ ഇനിഷ്യലി തന്നെ ടെക്നോളജി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ടെക്നോളജി എന്ന് പറയുന്നത് ജസ്റ്റ് മൊബൈൽ ആപ്സും ഇന്റർനെറ്റും മാത്രമല്ല. റൈറ്റ്, പൊതുവെ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളൊക്കെ അങ്ങോട്ട് ചിന്തിക്കുക. ഫോർ എ മാനുഫാക്ചറിങ് കമ്പനി, ഈവൻ ദ ബാക്ക് എൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. IT പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം. റൈറ്റ്, ദോശമാവ് ഉണ്ടാക്കാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ട് ഒരു മെഷീനാണ് ഗ്രൈൻഡർ. റൈറ്റ്, കറക്റ്റ് ഇഡ്ഡലി, നല്ല ഇഡ്ഡലി കിട്ടണമെങ്കിൽ നല്ല ദോശ ഉണ്ടാവണം, അല്ലെ നല്ല ഇഡ്ഡലി മാവ് വയ്ക്കണം. ഇഡ്ഡലി മാവ് നന്നായി കിട്ടണമെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഗ്രീഡിയൻസ്. ഓഫ് കോഴ്സ് റൈസും ദാലൊക്കെ കറക്റ്റ് ആവണം. മാത്രമല്ല അതിൻ്റെ പ്രോസസ്സ് കറക്റ്റ് ആയിരിക്കണം. നമ്മളുടെ ഗ്രാൻഡ് മദേഴ്സ് യൂസ് ചെയ്യുന്ന ആ വെറ്റ് ഗ്രൈൻഡിങ് ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി പോകും. സോ വെറ്റ് ഗ്രൈൻഡിങ് ടെക്നോളജി വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യണം. ഞങ്ങൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പം ഈ ചെറിയ ഗ്രൈൻഡർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഗ്രൈൻഡർ, ഒരു ഗ്രൈൻഡറിൽ നമുക്കൊരു മണിക്കൂറിൽ അരക്കാൻ പറ്റുന്നത് ഒരു 1.5 kg ദാലാണ്. അതാണ് അതിൻ്റെ കപ്പാസിറ്റി. ബെസ്റ്റ് സ്റ്റോൺ ഗ്രൈൻഡ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് അറ്റ് ദാറ്റ് ടൈം വാസ് അറൗണ്ട് 1.5 kg ഓഫ് ദാൽ പെർ അവർ. ഇന്ന് ഞങ്ങൾ ഒരു ദിവസം ഏതാണ്ട് ഒരു 30,000 കിലോ റൈസും ദാലും അരക്കുന്നുണ്ട്. റൈറ്റ്, there is no way for me to make this business profitable and scalable with that kind of a grinder setup. അതുകൊണ്ട് തന്നെ it was important for us to invest in the back-end technology. ഞങ്ങൾ പലതും ട്രൈ ചെയ്തു, nothing worked.
നമുക്ക് അറിയുന്ന പോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ഫുഡ് പ്രോസസ്സിംഗ് മെഷീനറീസ് ആർ ഇന്നോവേറ്റഡ് ഇൻ ജർമ്മനി. അങ്ങനെ ഞങ്ങൾ ജർമ്മനിയിൽ ഇങ്ങനത്തെ വല്ല മെഷീനറി ഉണ്ടോ എന്ന് പഠിക്കാൻ തുടങ്ങി. നമുക്കറിയുന്ന പോലെ they don't eat idli dosa. Germans don't eat idli dosa. അതുകൊണ്ട് തന്നെ there's no idli dosa batter making machinery available in Germany. ഞങ്ങൾക്കാണെങ്കിൽ ടെക്നോളജി അറിയില്ല, മെഷീനറി ടെക്നോളജി അറിയില്ല. ബട്ട് വി ഡിഡ്ന്റ് ഗിവ് അപ്പ്. വി യൂസ്ഡ് കോമൺ സെൻസ്. ഞങ്ങൾ ടീം ഐഡന്റിഫൈഡ് എ റിലേറ്റഡ് പ്രൊഡക്റ്റ് മേക്കിംഗ് മെഷീൻ. US-ൽ ഒരു ഭയങ്കര പോപ്പുലർ ആയിരിക്കുന്ന പ്രൊഡക്റ്റാണ് മസ്റ്റാർഡ് പേസ്റ്റ്. മസ്റ്റാർഡ് പേസ്റ്റ് ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടാക്കുന്നത് ജർമ്മനിയിലാണ്. അപ്പം ആ മെഷീൻ വെൻഡർ കണ്ടുപിടിച്ച് ഞങ്ങൾ ഇഡ്ലി ദോശ ബാറ്റർ ഉണ്ടാക്കാനുള്ള മെഷീൻ കസ്റ്റം മെഷീൻ ഉണ്ടായിപ്പിച്ചു. ഇന്ന് ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെഷീൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരു മണിക്കൂറിൽ ഞങ്ങൾക്ക് 5000 കിലോ മാവ് ഉണ്ടാക്കാൻ പറ്റും. ഒരു മണിക്കൂറിൽ 1.5 kg ദാലാണ് നമുക്ക് സാധാരണ ഗ്രൈൻഡറിൽ എടുക്കാൻ പറ്റുന്നത്. ഇത് ഒരു മണിക്കൂറിൽ 5000 kg ബാറ്റർ കിട്ടും ഞങ്ങൾക്ക്. അതേപോലെയുള്ള ടെക്നോളജി വാസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. അതാണ് മൈ 4th പോയിന്റ്, റൈറ്റ്? ഇൻവെസ്റ്റ് ഇൻ ടെക്നോളജി or find a unique technology solution for you to really scale up. And 5th one is branding and packaging. ഞങ്ങളുടെ ബ്രാൻഡിങ് പാക്കേജിങ് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടാൽ തന്നെ ഇത് നല്ല കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്, ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ്, നല്ല ഹൈജീൻ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്, എസ്പെഷ്യലി ഫുഡ് പ്രൊഡക്റ്റ് ആണത്. അപ്പം ആ ഒരു ഫീൽ കൊണ്ടുവരണം നമുക്ക്. അത് പാക്കേജിങ്ങിലും ബ്രാൻഡിങ്ങിലും കൊണ്ടുവരണം. അപ്പം we managed to do it from day one. Next one is probably one of the most important thing. 6th one, innovation. എല്ലാവരും ഇന്നോവേഷനെ പറ്റി പറയാറുണ്ട്. If you look at idli business, നമ്മളുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം എന്താണെന്ന് നോക്കിയാൽ നേരത്തെ സാറ് പറഞ്ഞിരുന്നു, ഹൈവേയിൽ ആരെങ്കിലും ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യും, അവിടെ നല്ല കച്ചവടം ഉണ്ടാവും, റൈറ്റ്? അപ്പം അത് കച്ചവടം കണ്ടു കഴിഞ്ഞാൽ വേറെ 2 ആൾക്ക് ഐഡിയ വരും, അയാൾക്ക് നല്ല കച്ചവടം ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു തോന്നും. പിന്നത്തെ മാസം ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും റോഡിന് ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ഓരോന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും, റൈറ്റ്? അവസാനം ഇതൊക്കെ പൂട്ടിപ്പോകും. അതാണ് ബിസിനസ്സിൽ നമുക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച്. അതുകൊണ്ട് തന്നെ ഇന്നോവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഡ്ലി മാവ് ഉണ്ടാക്കുന്നതിൽ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. there's no rocket science in making idli batter, and there's no entry barrier as well. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പോയി നാളെ ദോഷമായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്ത് ടെക്നോളജി വലിയ ആവശ്യമൊന്നുമില്ല, റൈറ്റ്? അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. ബട്ട് അവിടെയാണ് വി പ്ലേഡ് വിത്ത് ഇന്നോവേഷൻ. ഞങ്ങൾ വി അപ്ഗ്രേഡ് അവർ സെൽഫ് കണ്ടിന്യൂസ്ലി വിത്ത് റൈറ്റ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ്, റൈറ്റ്? ഞാൻ ഇന്നോവേഷൻ ഒന്ന് ക്വിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഒരു വിത്ത് എ വീഡിയോ ഞാൻ പ്ലേ ചെയ്തിട്ട് കാണിക്കാം എങ്ങനെയാണ് ഞാൻ ഇന്നോവേഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ലാസ്റ്റത്തെ പോയിനോട് പറയാം, എത്തിക്സ്. പൈസ ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും, പൈസ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് മേക്കിംഗ് മണി വിത്തൗട്ട് കോംപ്രമൈസിങ് വാല്യൂസ് ഈസ് നോട്ട് ഈസി. I'll be proud to narrate the story to my grandchildren one day in future that I am part of a team who built a multi-billion-dollar business without taking shortcuts, without compromising values. ഞങ്ങൾ ബിസിനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന കാര്യം വാല്യൂസ് ആണ്. സാറ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞു, KFCനെ പറ്റി പറഞ്ഞു. സാറെല്ലാം പറഞ്ഞു വെച്ചിരുന്നു, but he left in between. ID business is a zero debt business, zero liability business. ഞങ്ങൾ പലിശ വാങ്ങാറില്ല, കൊടുക്കാറില്ല. സീറോ ഡെറ്റ് ബിസിനസ് ആണ്. ബിക്കോസ് ടു മീ ഇൻട്രസ്റ്റ് ഇസ് എ ട്രാപ്പ്. അതിൽ വീണ് കഴിഞ്ഞാൽ അതിന് കരകയറാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടക്കം മുതൽ പലിശയില്ലാതെ ബിസിനസ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പ്ലാൻ ചെയ്തിട്ട് ഇന്ന് വരെ പലിശ തൊടാതെയാണ് ഞങ്ങൾ ബിസിനസ് ചെയ്തത്. ഇന്നും
ID is a zero debt business. ഞങ്ങൾക്ക് പല ഡിഫിക്കൽട്ട് ടൈം ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഞങ്ങൾ ഡിഫിക്കൽട്ട് ടൈം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഫാക്ടറി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് വി നെവർ കോംപ്രമൈസ്ഡ് ഓൺ വാല്യൂസ്. വി നെവർ ടുക്ക് ഷോർട്ട് കട്ട്സ്. സോ എനിക്ക് ഈ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, പൈസ ഉണ്ടാക്കൽ ബിസിനസ് ചെയ്യലും ഒക്കെ നല്ലത് തന്നെയാണ്. ബട്ട് അവിടെ എപ്പോഴാണ് നമ്മൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മുടെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ എങ്ങനെ റൈറ്റ് കോസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റും, അവിടെയാണ് നമ്മൾ മനുഷ്യരാകുന്നത്. റൈറ്റ്. സോ ബിസിനസ്സിൽ പൈസ ഉണ്ടാക്കാൻ കുറേ എളുപ്പവഴികളുണ്ട്. ബട്ട് വി നെവർ ടുക്ക് ഷോർട്ട് കട്ട്സ്. വി നെവർ കോംപ്രമൈസ്ഡ് ഓൺ വാല്യൂസ്. ഈ 7 പോയിന്റാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ ഫൈൻഡ് ദ റൈറ്റ് പാർട്ട്നേഴ്സ്, ചൂസ് ദ റൈറ്റ് പ്രൊഡക്റ്റ്, try to build your own distribution system. In our case, it worked. Invest in technology. The mobile apps and internet മാത്രമല്ല, including the back-end technology. Position your product with the right packaging. Right, packaging വളരെ important ആണ്. Focus on innovation. I'm going to talk about it. And finally, never ever take shortcuts in life. Okay. Quickly, innovation പറഞ്ഞപ്പം ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. ഞാനത് പറഞ്ഞതുപോലെ ഇഡ്ലി ബിസിനസ് റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ആർക്കും ഉണ്ടാക്കാം. ഒരു 1 lakh rupee ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ല, നിങ്ങൾക്ക് നാളെ പോയിട്ട് ഇഡ്ലി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അതിന്റെ ബാറ്ററി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് അവിടെ ഞങ്ങൾ യൂസ് ചെയ്തത് എങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞങ്ങൾ നോക്കി വേറെ എന്ത് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക, കുറച്ചും ഇന്നോവേറ്റീവ് ചെയ്യാൻ പറ്റുക. അവിടെയാണ് നമ്മൾ വട എന്നുള്ള പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്തത്. ആസ് യു ഓൾ നോ, വട ഇസ് എ ഗ്രേറ്റ് സ്നാക്ക്. ഇഡ്ലി വടയാണ് നമ്മുടെ കോമ്പിനേഷൻ. വട ഗോസ് ബെസ്റ്റ് വിത്ത് ഇഡ്ലി. ഇറ്റ്സ് എ ഗ്രേറ്റ് സ്നാക്ക്. കിഡ്സ് ലവ് വട. ബട്ട് ദെൻ വട ഉണ്ടാക്കുമ്പം 2 പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നം, അതിൻ്റെ മാവ് കറക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഞാൻ അതിൻ്റെ മാവ് തിന്നാൽ തന്നെ യു കനോട്ട് മേക്ക് വട അറ്റ് ഹോം. അല്ലേ? വട ഉണ്ടാക്കാനുള്ള പ്രശ്നം എന്തൊക്കെയാണ്? ഒന്ന് അനലൈസ് നോക്കിയാൽ, ഒന്ന് വടന് ഷേപ്പ് കറക്റ്റ് കിട്ടില്ല, വടന് സൈസ് കറക്റ്റ് കിട്ടില്ല. മാവ് കറക്റ്റ് കിട്ടിയാൽ തന്നെ വട ഷേപ്പ് സൈസ് കറക്റ്റ് കിട്ടില്ല. ന്യൂ ജനറേഷൻ ഹോം മേക്കേഴ്സ് ലൈക്ക് Ashwarya will end up frying fingers while frying the vada. Right? And most important എന്താണെന്ന് വെച്ചാൽ, വടക്ക് ഉണ്ടാവേണ്ട കാര്യം തുളയാണ്. വടക്ക് തുളയില്ലെങ്കിൽ അത് ബോണ്ടയാണ്, വടയല്ല. വി ഇന്ത്യൻസ് ഡോണ്ട് ഈറ്റ് എ വട വിത്തൗട്ട് എ ഹോൾ. അത് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. ഇന്ത്യൻ ഹോം മേക്കേഴ്സിന് വീട്ടിൽ വട ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തുളയിടലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അതിനോട് വർക്ക് ചെയ്തു. ഇറ്റ് വാസ് നോട്ട് ഈസി. ഞങ്ങൾ എൻ്റെ കസിൻ ആണ് എന്നോട് വർക്ക് ചെയ്തത്. ഇറ്റ് ടുക്ക് us 3 years to build a hole for the വട. 3 വർഷം എടുത്തു ഞങ്ങൾക്ക് വടക്ക് തുളയിടാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ 100-ലധികം പ്രാവശ്യം ഫെയിൽ ആയിട്ടുണ്ടാവും. ബട്ട് വി ഡിഡ്ന്റ് ഗിവ് അപ്പ്. ഇന്ന് a homemaker can make vada at home in less than 1 minute, untouched by hand. Right? Just add in a vada and a battery squeeze കഴിഞ്ഞാൽ you get vada in the right shape. But then it took us 3 years. ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്ക് എൻഡ് ഞങ്ങൾക്ക് it took us 3 years. ടെക്നോളജി പഠിക്കുന്ന ആളുകൾക്ക് ഇതിന് വട ഐഡിയന്റെ വട കണ്ടാൽ പറയാം ഇത് 3D പ്രിന്റിംഗ് എന്ന് പറയാം. വേൾഡ് തിങ്ക് ഇറ്റ് ഇസ് ഇന്നോവേഷൻ. ബട്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കോമൺ സെൻസ്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, എല്ലാ ബിസിനസ്സിലും നിർബന്ധമായിട്ട് വേണ്ട കാര്യമാണ് കോമൺ സെൻസ്. ബട്ട് ദെൻ
common sense is the most uncommon thing in the world now. We end up complicating everything. കസ്റ്റമറിന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചുറ്റും നോക്കുക, എന്നിട്ട് കസ്റ്റമറിന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഈസി ആയിട്ട് കസ്റ്റമർ സോൾവ് ചെയ്യുക. അതാണ് ബിസിനസിന്റെ സക്സസ്, അതാണ് ബിസിനസ്മാന്റെ റോള്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ സക്സസ്ഫുൾ ആയത്. വട ഗോസ് ബെസ്റ്റ് വിത്ത് ഇഡ്ലി എന്നുള്ളതും ഞങ്ങൾക്ക് അറിയുന്ന കാര്യമല്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വട ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നം തുളയാണ് എന്ന് മനസ്സിലാക്കിയത് ഞങ്ങളത് പ്രശ്നമല്ല, അത് എല്ലാവർക്കും അറിയുന്ന പ്രശ്നമാണ്. But then we identified an opportunity out of it, and then we were not afraid of failures. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ 100-ലധികം പ്രാവശ്യം ഫെയിലായി, ബട്ട് വി സ്റ്റിൽ കണ്ടിന്യൂഡ്. അങ്ങനെ 3 വർഷം എടുത്തിട്ട് ഞങ്ങൾ വടക്ക് തുളയിട്ടതാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ബിസിനസിന്റെ one of the reason for success. അത് മാത്രമല്ല, one of the main reason for success, ഞങ്ങൾ ഫോക്കസ്ഡ് ഓൺ ഇന്നോവേഷൻ. അപ്പൊ അതിന് ഇന്നോവേഷൻ ആകെ വേണ്ടത് ലുക്ക് അറൗണ്ട്, ചുറ്റും നോക്കുക, എന്നിട്ട് കസ്റ്റമർ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അത് ഈസിയായി സോൾവ് ചെയ്യുക. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഞങ്ങൾ വടക്ക് തുളയിട്ടത് എന്ന് ജസ്റ്റ് ഒരു വീഡിയോ വെച്ച് കാണിച്ചത്. ഒരു 1 minute വീഡിയോ ഉണ്ട്. This is no ordinary snack, a South Indian speciality. It's a favorite in homes across India, but its circular cylindrical shape and donut-like hole make it fairly difficult to prepare at homes. It needs the expert hands of grandmas and aunts or even restaurant cooks. Not anymore. ID decided to turn its attention on this age-old problem and transform the complex art of vada making into a science for everyone. And the key ingredient? Common sense. A path-breaking little big invention. The spout that shapes batter into vadas with the hole. And that's it. Squeeze, shape, cut, fry. Handmade, but with no mess, no stress. Just delicious, crispy vadas. ID, maker of India's favorite batters and fresh food, presents Vada Batter in a pack that shapes batter into vadas. Now, everybody can vada. ഞാൻ ഇന്നത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഈ വീഡിയോ കാണാനും നിങ്ങൾക്ക് കൈയടിക്കാനും പിന്നെ ചിരിക്കാനൊക്കെ it took only just less than 1 minute, right? But it took us 3 years to build a hole for the vada. അപ്പം ബിസിനസ്സിനകത്ത് ഇന്നോവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബിസിനസ് സക്സീഡ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കും എന്ന് മനസ്സിലാക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. മോസ്റ്റ് കോമൺ ഇമ്പോർട്ടൻ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ കോമൺ സെൻസ് ആണ്. ലുക്ക് അറൗണ്ട്, ഐഡന്റിഫൈ കസ്റ്റമർ പ്രോബ്ലംസ്. ചിലപ്പോൾ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് കസ്റ്റമറിന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലുക്കപ്പ്, റൈറ്റ്? ലുക്കപ്പ്. ചിലപ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ തേങ്ങ കാണും, റൈറ്റ്? നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ തേങ്ങ കാണുമല്ലോ ചുറ്റും നോക്കിയാൽ, അല്ല മുളക് നോക്കിയാൽ. തേങ്ങ എടുക്കുക. ഞങ്ങളുടെ ഹോബി തുളയിടലാണല്ലോ. തേങ്ങ കുഞ്ഞുങ്ങൾ തുളയിട്ട്, റൈറ്റ്? അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. At ID, we've always looked around for food problems to solve. This time, we looked up. The tender coconut, a tough nut full of guesswork. Maybe it's time we stop buying them without knowing what you're getting. It's time for coconuts with KYC. Thanks to science and a common sense statistical model, here is ID Smart Sip Tender Coconut with KYC. Know your coconut without opening it. It's hygienic, light and portable, and easy. Feel to drink, push to eat. New ID Tender Coconut that's KYC ready. Know your coconut. സോ എഫക്റ്റീവ് സമ്മർ എന്താണ്? ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന 7 ആസ്പെക്ട്സ് ഞാൻ പറഞ്ഞു. അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഞാൻ പറഞ്ഞത് ഇന്നോവേഷനാണ്. ഇന്നോവേഷന് നമുക്ക് വേണ്ടത് കോമൺ സെൻസ് ആണ്. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചുറ്റും നോക്കുക, എന്നിട്ട് കസ്റ്റമർ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ ഈസിയായി സോൾവ് ചെയ്യുക. അവിടെയാണ് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവുന്നത്.
ചിലപ്പോൾ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡോണ്ട് ഗിവ് അപ്പ്. മുകളിലേക്ക് നോക്കുക, അപ്പോൾ തേങ്ങ കാണും, റൈറ്റ്? അതിൽ ഇന്നോവേറ്റ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. അവിടെയാണ് ബിസിനസ് സക്സസ്, റൈറ്റ്? ഞാൻ ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം. അവർ ബാക്ക്ഗ്രൗണ്ട് ഡസൻറ്റ് മാറ്റർ, റൈറ്റ്? We had no experience in making breakfast, right? Forget about making breakfast. We are not even experienced eating breakfast, right? ഞങ്ങൾക്ക് ഒരു 1500 crore ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ all of us can do wonders in the world. Be determined, right? ജീവിതത്തിൽ നമുക്ക് വിജയിക്കണം എങ്കിൽ one strong factor is a determination. Be determined. നമ്മളുടെ ലൈഫിന്റെ ഇത് നിർണ്ണയിക്കുന്ന ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ്. അത് എവിടെ എത്തണം എന്ന് നമുക്ക് പ്ലാൻ ഉണ്ടാണ്. അതിൽ ബിസിനസ് എന്നൊരു ഫീൽഡിൽ പ്ലാനിങ്ങും അതിന് ഡിറ്റർമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു പോയിന്റ് സമ്മറൈസ് ചെയ്യാനുള്ളത്, 4 വേർഡ്സ് നിങ്ങൾ മറക്കാൻ പാടില്ല ഞാൻ പറഞ്ഞതിരുന്നു. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ദി പവർ ഓഫ് ഡിറ്റർമിനേഷൻ. ദി പവർ ഓഫ് ഡിറ്റർമിനേഷൻ ആണ് എൻ്റെ പേഴ്സണൽ ലൈഫിലെ സക്സസ് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഐഡിയ സക്സസ് പറയുകയാണെങ്കിലും എനിക്ക് സമ്മറൈസ് ചെയ്യാനുള്ളത്. ബി ഡിറ്റർമിൻഡ്. Thank you again for this wonderful opportunity. I'll be happy to take a few questions. God bless you. Thank you, sir. Thank you so much. I think ഈ ഒരു സാറിന്റെ ജേർണി കേട്ടിട്ട് ഞങ്ങളുടെ കുറെ സംരംഭകർ അവരുടെ പ്രോട്ടോടൈപ്പിംഗ് ആവട്ടെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് അവർ വെച്ച് ജസ്റ്റ് അവരുടെ ഫസ്റ്റ് ഫൗണ്ടേഷൻ വെച്ചിരിക്കുകയാണ്. ആൻഡ് ടു ഹിയർ യുവർ ജേർണി, അവർക്കും പറ്റും. ബാക്ക്ഗ്രൗണ്ട് മുഖ്യമല്ല, just determination ആണ്. that is what is really important. ആ ഒരു ലൈൻ ഐ തിങ്ക് ആരും മറക്കത്തില്ല സാറിന്റെ ജേർണി കേട്ടിട്ട്. സോ അവർക്കൊരു വലിയ പ്രോത്സാഹം, ഒരു ഉന്മേഷം കൊടുത്തിട്ടുണ്ട്. അവർക്കില്ലെങ്കിൽ എനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് imparted with them as well. So now we'll take questions from the students. So കുറെ questions വന്നിട്ടുണ്ട്. എത്ര നമുക്ക് പറ്റുമോ അത് നമ്മൾ ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. Yeah, sure. 15 minutes is okay for me. I have a start to at 12 o'clock. Okay, done. Great, sir. So we'll just start. So എല്ലാ entrepreneurs-നും അല്ലെങ്കിൽ സംരംഭകർക്കും ഒരു ഇൻസ്പിറേഷൻ കാണും. So what was your inspiration? Or what wakes you up in the morning and says, yes, I need to do, sir, കുറെ ഇന്നോവേഷൻസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. You didn't limit to idli or dosa batter. If I know you have a coffee decoction and now you've come up with the coconut. നമ്മുടെ തേങ്ങയുടെ തന്നെ ഒരു സൂപ്പർ ഫുഡ് ആക്കി മാറ്റാണ്. So what inspires you to do this? So of course for any business, നോക്കുകയാണെങ്കിൽ what drives an entrepreneur is no one like your customer. കസ്റ്റമറിന് എങ്ങനെ ലൈഫ് ഈസി ആക്കാൻ പറ്റും, കസ്റ്റമറിന്റെ ലൈഫ് എങ്ങനെ ഹാപ്പിയർ ആക്കാൻ പറ്റും എന്നാണ് ഏത് entrepreneurന്റെയും ഇൻസ്പിറേഷൻ. എൻ്റെ കേസിനകത്ത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും വലിയൊരു ഇമ്പോർട്ടൻസ് കാര്യം പറയാനുണ്ട്. അതായത് എൻ്റെ ഉപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. എൻ്റെ ഉപ്പാൻ്റെ ഡിറ്റർമിനേഷനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉപ്പ ഉമ്മയൊക്കെ പട്ടിണി കിടന്നിട്ടുണ്ട്. എനിക്ക് ഈ റോളിൽ ഇങ്ങനെ നിങ്ങളോട് ഫേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ കാരണം എൻ്റെ പാരൻസ് അവരുടെ ലൈഫിൽ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ലൈഫിൽ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എൻ്റെ ഉപ്പയാണ്. Right, sir. Thank you. Inspiration എന്ന് പറഞ്ഞപ്പോൾ you also mentioned customers. So customers സാറിന്റെ ബിസിനസ്സിൽ എത്ര വലിയ റോളാണ്? ഇനീഷ്യൽ ഡേയ്സിലാണെങ്കിൽ സർ കസ്റ്റമർ സർവീസ് ചെയ്തിട്ടുണ്ടോ? അതോ ആ ഒരു അവരുടെ റോള് നിങ്ങളുടെ ഈ പ്രോഡക്ട്സിന് കൊണ്ടുവരാൻ how much did it play a part? സോ ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമേഴ്സ് തന്നെയാണ് ബിസിനസ് ഡ്രൈവ് ചെയ്യുന്നത്. ഞങ്ങളുടെ കേസിനകത്തും കസ്റ്റമേഴ്സ് തന്നെയാണ്. അതായത് ഏത് മൊമെന്റിൽ ഞങ്ങൾ കസ്റ്റമറിന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാതെ മുന്നോട്ട് പോയാലും ആ മൊമെന്റിൽ ഞങ്ങൾ ഫെയിൽ ആവും. അത് ഏത് ബിസിനസിന്റെ കാര്യം തന്നെയാണ്.
ഞങ്ങളുടെ കേസിനകത്ത് കുറച്ചും കൂടെ അത് ഡീപ്പ് റൂട്ടഡ് ആണ്. കാരണം യു ആർ ആക്ച്വലി ട്രെയിൻ ടു ബിൽഡ് എ കാറ്റഗറി, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എപ്പോഴും കസ്റ്റമറിനെ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് എന്താണ് കസ്റ്റമറിന്റെ പ്രോബ്ലം മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ കോക്കനട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ, കോക്കനട്ട് നമുക്കറിയാം അത് എത്ര ഉണ്ട് ഒരു കോക്കനട്ട്, ഏതാണ്ട് 2.5 kg ഉണ്ട് ഒരു കോക്കനട്ട്, റൈറ്റ്? അതിൻ്റെ അകത്ത് അത് കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, റൈറ്റ്? കൊണ്ടുപോയി ഫ്രിഡ്ജിൽ നിന്ന് വെക്കാൻ പറ്റില്ല, റൈറ്റ്? ഇനി ഈ കോക്കനട്ട് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, റൈറ്റ്? നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, റൈറ്റ്, കട്ട് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമല്ല, എസ്പെഷ്യലി ഫോർ ലേഡീസ്. ഭയങ്കര ടീഡിയസ് ടാസ്ക് ആണ്. ഇനി മാത്രമല്ല അത് എങ്ങനെയും കട്ട് ചെയ്ത് അതിന്റെ ഇളനീര് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് എന്റെ ഫേവറേറ്റ് എന്റെ പൾപ്പാണ്, അത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ അത് തിന്നാൻ പൊട്ടിക്കാത്ത എളുപ്പമല്ല. ഇതൊക്കെ ഒന്നുമല്ല പ്രശ്നം, ഇതൊക്കെ സിമ്പിൾ പ്രശ്നങ്ങളാണ്. മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ പലപ്പോഴും കരിക്ക് വെട്ടിയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇത്ര വലിയ കരിക്കായിരിക്കും, റൈറ്റ്? കുറച്ച് വെള്ളം ഉണ്ടാവും, പൾപ്പുണ്ടാവില്ല, റൈറ്റ്? ഇതൊരു പ്രോബ്ലം അല്ലേ? Absolutely. ഞങ്ങള് ഇതൊരു പ്രോബ്ലം മനസ്സിലാക്കി. എന്നിട്ട് വി യൂസ്ഡ് കോമൺ സെൻസ്. ഈ പ്രോബ്ലം എന്തൊക്കെ ഞങ്ങൾ പ്രോബ്ലം പറഞ്ഞേ, നമ്മൾ ഓരോ പ്രോബ്ലം നോക്കുക. ഒന്ന് ഭയങ്കര ഹെവിയാണ് ക്യാരി ചെയ്യാൻ, ഞങ്ങൾ ഈസിയായി സോൾവ് ചെയ്തു. എന്താ ചെയ്തേ? അതിന്റെ ഹസ്കൊക്കെ പൊളിച്ചു കളഞ്ഞു, അതിന്റെ ചെറിയ പൊളിച്ചു കളഞ്ഞു, റൈറ്റ്? എന്നിട്ട് അത് പോളിഷ് ചെയ്തു. അപ്പം 2.5 kg കോക്കനട്ട് 700 grams ആയി, റൈറ്റ്? സോ ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ആയി. വെയിറ്റ്, സ്റ്റോറേജ്, റൈറ്റ്, എന്താണ് ക്യാരിങ്, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ആയി. ഇനി സെക്കൻഡ് ഇഷ്യൂ ഉള്ള എന്താണ്? അത് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കുടിക്കാൻ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ കോക്കനട്ട് ഓപ്പൺ ചെയ്തില്ല. ബട്ട് കോക്കനട്ട് മോഡ് ഞങ്ങൾ ഒരു ചെറിയൊരു തുളയിട്ട്, റൈറ്റ്? എന്നിട്ട് കസ്റ്റമറിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി വെച്ചു. അപ്പം സെക്കൻഡ് പ്രോബ്ലം സോൾവ് ആയി. അതായത് കുടിക്കാൻ, വെള്ളം കുടിക്കാൻ എളുപ്പമാണ്, സ്ട്രോ ഇട്ട് കുടിക്കാൻ പറ്റും അത് തുറന്നിട്ട്. തേർഡ്, തിന്നണം, റൈറ്റ്? അത് ഞങ്ങൾ വെച്ചുകൊണ്ട് വലിയ തുളയിട്ട്, കാരണം തുളയിട്ട് ഞങ്ങളുടെ ഹോബിയാണ്, അതിന് വലിയ തുളയിട്ട് അത് പുഷ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു നൈഫ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഓപ്പൺ ചെയ്തിട്ട് അത് കഴിക്കാൻ പറ്റും, സ്പൂൺ ഇട്ടിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയി. ബട്ട് മെയിൻ പ്രോബ്ലം ഇപ്പോഴും സോൾവ് ആയിട്ടില്ല. ഇതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്, വലിയ പ്രശ്നമില്ല, റൈറ്റ്? മെയിൻ പ്രോബ്ലം എന്താണ്? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അവസാനം ഈ കോക്കനട്ട് ഓപ്പൺ ചെയ്തൊക്കെ ഒന്നും ഉണ്ടാവില്ല, കാരണം നാച്ചുറൽ സാധനമാണ്. അവിടെയാണ് ഞങ്ങളുടെ കോമൺ സെൻസും ടെക്നോളജി യൂസ് ചെയ്തത്. ഞങ്ങൾ കോമൺ സെൻസും ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഈ കോക്കനട്ടിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് ഞങ്ങൾ പ്രിഡിക്റ്റ് ചെയ്തു. അതായത് ഈ കോക്കനട്ടിൻ്റെ ഉള്ളിൽ 300 ml വാട്ടർ ഉണ്ടെന്നും 80 grams പൾപ്പ് ഉണ്ടെന്നും ഇതിന്റെ സ്വീറ്റ്നെസ് ലെവൽ മീഡിയം ആണെന്നും ഞങ്ങൾ സിമ്പിൾ സയൻസും കോമൺ സെൻസും ഉപയോഗിച്ചിട്ട് ഞങ്ങൾ പ്രിഡിക്റ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ മാർക്കറ്റ് ചെയ്തു, റൈറ്റ്? അതാണ് KYC, റൈറ്റ്? KYC എന്ന് എല്ലാവരും പറയുമ്പം പെട്ടെന്ന് തിങ്ക് ചെയ്യുക നോ യുവർ കസ്റ്റമർ, റൈറ്റ്? ഞങ്ങളത് അപ്ലൈ ചെയ്തു. ഇറ്റ്സ് നോട്ട് നോ യുവർ കസ്റ്റമർ, യു ഷുഡ് നോ യുവർ കോക്കനട്ട്. ഇറ്റ്സ് റൈറ്റ് ടു നോ യുവർ കോക്കനട്ട് ബിഫോർ യു ബൈ. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല, വി ആക്ച്വലി ആർ ചാർജിങ് പെർ ഗ്രാം, റൈറ്റ്? സോ ഡിഫറെന്റ് സൈസിലുള്ള കോക്കനട്ടിന് ഡിഫറെന്റ് പ്രൈസ് ആണ് കിട്ടുന്നത്, റൈറ്റ്? ബൈ പ്രെഡിക്റ്റിംഗ് വാട്ട് ഇസ് ഇൻസൈഡ് ദ കോക്കനട്ട്. അവിടെയാണ് ഞാൻ പറയുന്നത് കസ്റ്റമറിന്റെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യലും ആ പ്രോബ്ലം ഈസിയായി സോൾവ് ചെയ്യലും. അവിടെയാണ് നമ്മുടെ സക്സസ്ഫുൾ ആവുന്നത്. I think this is a very key point because ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡൻസിന് know your customers, know what their problems and identify that gap. I think it's a very crucial point. So ഇങ്ങനെ products ഉണ്ടാകുമ്പോൾ I'm guessing there are also issues where customers complain about what is in your product. അതിനകത്ത് preservatives ഉണ്ടോ ഇല്ലയോ, are there any health issues related to it around? ഇതൊരു സ്റ്റുഡന്റിന്റെ ചോദ്യമാണ്. So I know the answer but I wanted to come from you. So ഞങ്ങളുടെ പ്രോഡക്റ്റ് 100% നാച്ചുറൽ ആണ്, നോ കെമിക്കൽസ്, നോ പ്രിസർവേറ്റീവ്സ്. വി ആർ ആക്ച്വലി ഫൈറ്റിംഗ് വാർ അഗെയിൻസ്റ്റ് പ്രിസർവേറ്റീവ്സ്.
ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണോ? എനിക്കൊന്ന് ടൈം എടുക്കും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. Yeah, there are few more, but you can address this primarily, and then there's just one about competition. I think club am actually. No. So why don't you ask me the other question, competition question? I'll come back on this question. Okay. Okay, great. I'll end with the question. Sure, sir. Sure. So, namade idli dosha batter, you only said it's not very difficult to get it running as a business. Appo Keralathilavatte kore Kudumbashree women are doing it. Chennai lo avate, it's been sold at smaller packets for a smaller price. So, appo sir, the market share enganeyana at these places primarily? How are you beating the competition there? Plus, ningalde innovations leak agadirikkan, what are you doing? So this is like a combined question, and then we'll take the last one. So innovation leak ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള simple ആണ്. There are patenting ideas. Idea patent ചെയ്യാൻ പറ്റും. അത് so legal aspects ഉണ്ട്. അതൊക്കെ you take the route. അത് easy ആയി പഠിക്കാൻ ഉണ്ട്. അത് I don't think I want to talk about it because there are a lot of material available on Google, right? So ചോദിച്ച കോമ്പറ്റീഷനെ പറ്റി പറയാം. ഇത് ഞാൻ പലപ്പോഴും കേൾക്കുന്ന ക്വസ്റ്റൻ ആണ്. പക്ഷെ അത് ഞാൻ ആക്ച്വലി ആയിട്ട് ഒരു റോൾ പ്ലേ ചെയ്യാൻ പറ്റുമോ? Can I do role play with you? Absolutely. Can I ask you? You've been asking me a lot of questions, right? Can I ask you? Right? Sure. What's the Bangalore population? In Bangalore example പറയാം. What's the Bangalore population? Lots of crores. I can't like. Well, limit to live 1.3 crores. Yeah. 2.3. Yes. Right. Yeah. Now, average Bangaloreans eat 21 meals in a week, 3 meals in a day. ഒരു വീക്കില് എത്ര പ്രാവശ്യം ഇഡ്ലി, ദോശ, ഉത്തപ്പം, സെറ്റ് ദോശ അങ്ങനത്തെ കോമ്പിനേഷൻ മീൽ വരാറുണ്ട്? അറ്റ്ലീസ്റ്റ് 4 times മിനിമം. ഒരു നല്ലൊരു സൈക്കിൾ ആണ്. ഞങ്ങളുടെ സ്റ്റഡിയിലും അത് തന്നെയാണ് വന്നിരുന്നത്. 4 times ഇഡ്ലി, ദോശ, സെറ്റ് ദോശ, ഉത്തപ്പം, അങ്ങനെയുള്ള പനിയാരം, അങ്ങനെ കുറെ കോമ്പിനേഷൻ ഉണ്ട്. റൈറ്റ്? അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണ് ഫോർ എ 1.3 crore population. Even if it take 95% of it, you're talking about almost 20 crore idli in a week. 20 കോടി ഇഡ്ലിയാണ് ഒരു വീക്കിൽ കഴിക്കുന്നത് ബാംഗ്ലൂരിൽ മാത്രം. ഡിവൈഡ് ബൈ 7 എടുക്കുകയാണെങ്കിൽ യു ടോക്കിംഗ് അബൌട്ട് ഓൾമോസ്റ്റ് 3 crore ഇഡ്ലി ഇൻ എ ഡേ. 3 crore ഇഡ്ലി എന്നത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൾമോസ്റ്റ് 100 ആനയുടെ വലിപ്പം ഉണ്ടാവും, സൈസ് ഉണ്ടാവും, 100 ഏഷ്യൻ സൈസ് ഉണ്ടാവും ബാംഗ്ലൂരിൽ കഴിക്കുന്ന ഇഡ്ലി പെർ ഡേ. ദാറ്റ് ഇസ് എ $1 billion ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഞങ്ങള് ബാംഗ്ലൂരിൽ ഇപ്പം ചെയ്യുന്നത് ഏതാണ്ട് ഒരു 30,000 കിലോ മാവാണ് ചെയ്യുന്നത്, വിച്ച് വിൽ മേക്ക് അറൌണ്ട് 6.5 lakhs ഇഡ്ലി പെർ ഡേ, റൈറ്റ്? ഔട്ട് ഓഫ് 3 crore, റൈറ്റ്? എല്ലാവരും വിചാരിക്കുന്നത് ഐഡിയുടെ മോണോപ്പൊളിയാണ് ഇഡ്ലി മാവുന്നതാണ്. എല്ലാം ഐഡിയുടെ മാർക്കറ്റ് ഷെയർ ജസ്റ്റ് 3%, റൈറ്റ്? Remaining 97% people, 94% people make batter at home. അപ്പം ഞാൻ പറയുന്നത് ഐഡിന്റെ കോമ്പറ്റീഷൻ ഒരിക്കലില്ല. ഞങ്ങളുടെ കോമ്പറ്റീഷൻ ഗ്രൈൻഡേഴ്സ് ആണ്. വീട്ടിലുള്ള ഗ്രൈൻഡറാണ് നമ്മുടെ കോമ്പറ്റീറ്റർ. റൈറ്റ്? എന്ന് അത് വീട്ടിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുന്നോ അന്ന് ഞങ്ങൾ സക്സസ്ഫുൾ ആവും. അവിടെയാണ് അതാണ് ഞാൻ പറഞ്ഞത്, കോമ്പറ്റീഷൻ നമ്മളാണ് ഡിഫൈൻ ചെയ്യേണ്ടത്, മാർക്കറ്റ് അല്ല. Issues, chemical preservatives. Yes. നല്ല ക്വസ്റ്റ്യനാണ്. സി ഞങ്ങള് വിൽക്കുന്ന പ്രൊഡക്റ്റ് വേൾഡ്സ് ബെസ്റ്റ് ഫുഡ് ഇഡ്ലിയാണ്. നമുക്കറിയാം ഇഡ്ലിയാണ് വേൾഡ്സ് മോസ്റ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് ആസ് പെർ WHO. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളത് വിൽക്കുന്നത് ഒരു പാക്കിലാണ്. റൈറ്റ്? Anything in a packaged form is considered as unhealthy by Indians, right? ഇതൊക്കെ ശരിയായിരിക്കും. ഞാനതൊക്കെ പറഞ്ഞൊക്കെ കേൾക്കും. അവസാനം നിങ്ങൾക്ക് ഇപ്പോഴും തോന്നും എന്നാലും എന്താണ് ആഡ് ചെയ്യുന്നത് ആ ഒരു സോഫ്റ്റ് ഇഡ്ലി കിട്ടാൻ വേണ്ടിയിട്ട്? വി ഡോണ്ട്. ബട്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അങ്ങനെയാണ് ഞങ്ങൾ തോന്നിയത്, ഞങ്ങൾക്ക് വി ഷുഡ് ഡു സംതിങ് ഡിഫറെന്റ് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ വി ലോഞ്ച് ദിസ് ക്യാമ്പയിൻ കോൾഡ് Trust Shop, right? What's the best way for someone to trust you? Is to trust them. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ we want our customers to trust that ID is free from chemicals, preservatives, artificial flavors, everything. 100% natural ആണെന്ന് കസ്റ്റമേഴ്സ് ട്രസ്റ്റ് ചെയ്യണം. ബട്ട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. So best way for someone to trust you is to trust them.
അങ്ങനെ ഞങ്ങൾ we launched a campaign called ID Trust Shop. We set up unmanned shops. ആളില്ലാത്ത ഷോപ്പുകൾ ഞങ്ങൾ സെറ്റപ്പ് ചെയ്തു. ദിസ് വാസ് ഇൻ 2016. അതിൽ നോ ക്യാമറ, നോ ടെക്നോളജി, റൈറ്റ്, നോ സെക്യൂരിറ്റി പേഴ്സൺ, നോ സെയിൽസ്മാൻ, നോ വൺ വാച്ചിങ് എക്സെപ്റ്റ് ദി ഓൾമൈറ്റി ഗോഡ്. ഷോപ്പ് വാസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. കസ്റ്റമേഴ്സ് ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് ദർ ഇസ് എ മണി ബോക്സ് കെപ്റ്റ് നെക്സ്റ്റ് ടു ഇറ്റ്. അതിൻ്റെ പൈസ ഇട്ടിട്ട് വീട്ടിൽ പോയിട്ട് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. കസ്റ്റമേഴ്സ് സർപ്രൈസ് ക്യാമ്പയിൻ, ദേ കുഡ്ന്റ് ബിലീവ് ഇറ്റ്. ഇറ്റ് ഗോട്ട്സ് എ ഗ്രേറ്റ് ബ്രാൻഡ് മൈലേജ്. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാൻഡ് ഒരു കുറച്ചും കൂടി ട്രസ്റ്റ് വർത്തി ബ്രാൻഡായിട്ട് പൊസിഷൻ ചെയ്യാൻ പറ്റി. കസ്റ്റമേഴ്സ് ടു സം എക്സ്റ്റെന്റ് സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് us, റൈറ്റ്. ആൻഡ് ദെൻ വേർഡ് ഓഫ് മൗത്ത് റിയലി വർക്ക്ഡ്, റൈറ്റ്. ഓ, ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ട്. ആ നിലക്കുള്ള ഒരു ക്യാമ്പയിൻ ഞങ്ങൾ ചെയ്തു. ഐ തിങ്ക് ദാറ്റ് വാസ് പ്രോബബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പയിൻ ദാറ്റ് വി എവർ ഡിഡ്. ദിസ് വാസ് ഇൻ 2016. ബട്ട് ജസ്റ്റ് 4 months back when COVID hit, ഞങ്ങൾ ഒരു നല്ല വേറൊരു ബ്യൂട്ടിഫുൾ ക്യാമ്പയിൻ ചെയ്തു. സെയിം ക്യാമ്പയിൻ കൺസെപ്റ്റ്, ട്രസ്റ്റ് ഷോപ്പ് ബേസ്ഡ് തന്നെയാണ്, പക്ഷെ ട്രസ്റ്റ് ഓഫ് ഡെലിവറീസ് എന്നാണ് കൺസെപ്റ്റ്. അപ്പം പിന്നെ ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം. Sure. ഓക്കെ, ബൈ ദ വേ, ആ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു. ഇത് കാണുന്നുണ്ടോ? Monopoly, yes. ഇതെന്താണ്? The game and having the whole ഞാൻ പറയുന്ന കഥയും ഇതുമായിട്ട് കണക്ഷൻ ഉള്ള that you don't have monopoly over the market? No. ഞങ്ങള് ഇനിഷ്യലി ട്രസ്റ്റ് ഷോപ്പ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തപ്പോൾ നിങ്ങളുടെ മണി ബോക്സിൽ വന്ന കറൻസിയാണത്. Really? Wow. But we didn't give up. We continued to experiment. Right. And same set of customers who were dropping monopoly currency felt bad. എന്നിട്ട് they started dropping the real currency. Wow. So ഞങ്ങളുടെ ലേണിംഗ് എന്താണെന്ന് വെച്ചാൽ trust has to be 100%. Right? And if you trust someone, they will trust you back. Indians are trustworthy. എന്നുള്ളതാണ് ഞങ്ങൾ അവിടെ പ്രൂവ് ചെയ്യാൻ നോക്കിയത്. അപ്പം ഞാൻ ലാസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. 1 minute വീഡിയോ ആണ്. This is the latest campaign that we did, in Mumbai. Yeah. During the COVID time, right? Yeah. Okay. Audio clear ആണോ? Clear ആണ്. Yes, I can hear. Let me just replay. Okay. Watch this, please. History has taught us that trust can always keep people together. See, as my community's welfare manager, I collect everyone's orders, get daily needs delivered, follow up on payments. It's a lot of maths. But I was a history teacher. One day, ID came to deliver their delicious products. And we said, yes, of course. But orders, payments, they said, uncle, we want your community to enjoy our food first. We know they will pay later. We trust them. No one is checking the payments? Loss making business, I thought. No, because there is nothing more profitable than selling goodness. Many years from now, they will teach that in the history class. Trust me. ID Trust Shop Deliveries. Delivering goodness with trust. Thanks again for this wonderful opportunity. God bless you all. Jai Hind. Thank you so much, sir. Thank you. I think it's been really heartwarming to see your story. Nazrin's also here. So I just want to end by just saying this part that we wish you a lot of success. Your story for us is truly inspiring, especially Dhirubhai Ambani's business start. That's how we see you. And I hope your empire grows as big and more than them, because
I know there's no stopping for you. So thank you so much. And from all the team, thank you again. Thank you. All the best. Thank you. Thank you so much, sir, once again from the entire Udhyam team. I think he left. We'll stop the meeting. Yeah.